പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് ആരാധന, ദൈവത്തിന് സകലമാനവും മഹത്വവും ഞാൻ കർത്താവിന് തന്നെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ മോഹിനി അശോകൻ പൂമരുതിക്കുഴിയിൽ നിന്ന് ഹല്ലേലൂയ. ദൈവത്തെ വർണ്ണിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു പാട്ടിൻ്റെ ആമേൻ ചില വരികൾ ദൈവസനിൽ പാടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി. തിരുക്കരമെന്നെ താങ്ങി വൻപ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ പകർന്നതിനാൽ. യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും, പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും, മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ, മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. യേശുവേ, യേശുവേ, നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി. എന്തു ഞാൻ പകരം നൽകും, ആയിരം പാട്ടുകളോ, ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിടുമേ. എന്തു ഞാൻ പകരം നൽകും, ആയിരം പാട്ടുകളോ, എൻ ജീവകാലം മുഴുവൻ മഹാരക്ഷയെ ഉയർത്തിടുമേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ രാജാവായ അവൻ സകല മാനവരാശിയുടെയും രാജാതിരാജാവായ മനുഷ്യനെ സൃഷ്ടിച്ച അവൻ സൃഷ്ടിയുടെ ഉറവിടമായ വാക്കിനാലും വചനത്തിനാലും ഉളവാകട്ടെ എന്ന് പറഞ്ഞ് ഉരുവാക്കിയ സകലത്തെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ തൻ്റെ ജീവശ്വാസത്താൽ തൻ്റെ കരത്താൽ സൃഷ്ടിച്ച് നിർമ്മിച്ചിട്ട് തൻ്റെ ജീവശ്വാസം ഊതി മനുഷ്യന് ജീവൻ കൊടുത്ത മനുഷ്യനെ ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്, ദൈവത്തിൻ്റെ ആവി മനുഷ്യൻ്റെ കാലിൽ മൂക്കിലൂതി ദൈവം ശ്വാസം കൊടുത്ത് അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് എന്ത് പകരം കൊടുത്താൽ മതിയാകും ദൈവമക്കളെ? ശത്രു
ശത്രുവിൻ്റെ പകയ്ക്കുന്ന ശത്രുവിൻ്റെ മുന്നിൽ ഹാലലുയ അവൻ തള്ളിയവരുടെ മധ്യേ ഹാലലുയ മേശയൊരുക്കി മാനിക്കുന്ന ദൈവം. അതേ അനുഭവസ്ഥരല്ലേ നമ്മളൊക്കെ? പല കാര്യങ്ങളും നമ്മൾ അനുഭവസ്ഥരല്ലേ? ഹാലലുയ പ്രിയപ്പെട്ടവരെ, ഹാലലുയ ദൈവത്തിൻ്റെ കരം നമ്മളെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഹാലലുയ ആ പ്രതികൂലങ്ങളിൽ നമ്മൾ നശിച്ചു പോകില്ലായിരുന്നു. അവൻ നമുക്ക് വന്ന കഷ്ടതയിൽ നമ്മൾ നശിച്ചു പോകത്തില്ലായിരുന്നു. നമ്മൾ അനുഭവിച്ച വേദനകളിൽ, നമ്മൾ അനുഭവിച്ച രോഗങ്ങളിൽ അവൻ താളടിയായി പോകാതെ നമ്മളെ കാത്തിയ ഒരു ദൈവമുണ്ട്. ആ നാഥൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. തിരുവചനത്തിൽ നിന്ന് ഹാലലു വാക്ക് ഞാൻ വായിച്ചുകൊണ്ട് ഹാലലിയോ ഒരേ ഒരു സെൻറ്റൻസ് ദൈവസനിൽ വായിക്കുന്നു. ഹാലലിയ ഇയ്യോബിൻ്റെ പുസ്തകം 32-ാം അധ്യായം ഹാലലിയ 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തൻ്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. ഹാലലുയ. അതെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ആമേൻ. സർവശക്തനായ ദൈവം സകല സൃഷ്ടിയും സൃഷ്ടിച്ചിട്ട് ഹാലലുയ ആമേൻ അതിനൊക്കെ ജീവൻ കൊടുത്തു. ഹാലലുയ. എന്നാൽ മനുഷ്യന് മാത്രം തൻ്റെ ജീവശ്വാസം ഹാലലുയ തൻ്റെ ആത്മാവിനെ പകർന്നു കൊടുത്ത ഒരു ദൈവം. ഹാലലുയ. അവൻ മനുഷ്യനെ ഉള്ളൂ. ആമേൻ. പ്രിയപ്പെട്ട സ്നേഹിത, സഹോദര, സഹോദരി, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഹാലലുയ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുണ്ട്. ഹാലലുയ. മനുഷ്യൻ്റെ ജീവൻ്റെ വില വലുതാണ്. ഹാലലുയ. അത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്നാൽ ഹാലലുയ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ. ആമേൻ. നമ്മുടെ ശ്വാസം, നമ്മുടെ ആത്മാവ് ഹാലലുയ അത് ദൈവം നമുക്ക് തന്ന ദാനമാണ്. ഹാലലുയ. ആമേൻ. സർവശക്തൻ്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. അതേ, മനുഷ്യന് മാത്രമല്ലേ ഉള്ളൂ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആമേൻ നിർമ്മിക്കാനും ഒക്കെയുള്ള കഴിവുകൾ. ഹാലലുയ. മറ്റൊരു ജീവജാലങ്ങളിലും നമ്മളത് കാണുന്നില്ലല്ലോ. ഹാലലുയ. എന്നാൽ ആമേൻ വിവേകത്തോടാണോ ഓരോ മനുഷ്യനും ചിന്തിക്കുന്നത്? ഈ സൃഷ്ടിയെ ഹാലലുയ ദൈവമേ, ഹാലലുയ സൃഷ്ടിയെ മനുഷ്യൻ ആമേൻ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളെ മനുഷ്യൻ ആമേൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹാലലുയ. ഈച്ച, പല്ലി, പാമ്പ്, പഴുതാര, പുഴു, ആമേൻ അങ്ങനെ പലത്, ആമേൻ ആട്, മാട്, കുയിലൊട്ടകം അങ്ങനെയുള്ളതിനെയൊക്കെ ദൈവങ്ങളായി കണ്ട് ഹാലലുയ പലരും ആമേൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഏക സത്യ ദൈവം, സൃഷ്ടിയുടെ ഉറവിടം, പ്രിയപ്പെട്ട സ്നേഹിത, സഹോദര, ദൈവത്തിൻ്റെ വചനം പറയും, എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ട്. ഹാലലുയ. അത് ആമേൻ നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആമേൻ നമ്മളെ ദൈവത്തെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവം. ദൈവം തമ്പുരാൻ്റെ കരവിരുതിൽ നമ്മളെ മെനഞ്ഞ് ദൈവം ശ്വാസം തന്ന് നമുക്ക് ഹാലലുയ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ: എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ട്, സർവശക്തൻ്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഹാലലുയ. നിങ്ങൾ ഓർക്കണം, ഹാലലുയ നിങ്ങൾക്ക് ശ്വാസം തന്നിരിക്കുന്നത് സർവശക്തനാണ്. ദൈവമായ തമ്പുരാൻ. ഹാലലുയ. നിങ്ങൾക്ക് ശ്വാസം തന്നിരിക്കുന്നത് വിവേകത്തോടെ നിങ്ങൾ ചിന്തിക്കാനാണ്. ആരാണ് ദൈവം? ഹാലലുയ. എന്താണ് ദൈവം? സർവശക്തൻ. ഹാലലുയ. ആരാണെന്ന് വിവേകം, ജ്ഞാനത്തോടെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നമുക്ക് ഒരിക്കലും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. സഹോദര, സഹോദരി, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ് സർവശക്തനായ ദൈവം തമ്പുരാൻ. ഈ ഭൂലോകത്തെ മുഴുവനും ഹാലലുയ വാക്കിനാലും വചനത്തിനാലും ഉരുവാക്കിയ എൻ്റെ യേശു ഹാലലുയ ജീവിക്കുന്നു. ആമേൻ. ആ ദൈവത്തിൻ്റെ കരം ഹാലലുയ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഹാലലുയ എന്നെ രക്ഷിക്കുവാൻ, നിന്നെ രക്ഷിപ്പാൻ മനുഷ്യ അവതാരമെടുത്ത് ഭൂമിയിൽ ജനിച്ചു. ഹാലലുയ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ കടന്നു വന്നു. മനുഷ്യൻ്റെ സകല പാവങ്ങൾക്കും വേണ്ടി ഈ ഭൂമിയിൽ ഹാലലുയ യഹൂദന്മാരാൽ അല്ലെങ്കിൽ ഹാലലുയ പരീശന്മാരാൽ അല്ലെങ്കിൽ ഹാലലുയ ഉപദ്രവമേറ്റ് ഹാലലുയ മരിച്ചു. ഒരു പാവവും ചെയ്യാതിരുന്നിട്ടും അവനെ ക്രൂര പീഡകൾ ചെയ്ത് കാരിരും പാണിയിൽ തറച്ചു. എൻ്റെ ബുദ്ധി കൊണ്ട്, നിൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ കരം കൊണ്ട്, നിൻ്റെ കരം കൊണ്ട്, എൻ്റെ കാലുകൊണ്ട്, നമ്മുടെ ഹാലലുയ ഹൃദയത്തിൽ പോലും ചിന്തിച്ച ചിന്തകൾ കൊണ്ട് ഹാലലുയ എൻ്റെ കർത്താവിനെ ഹാലലുയ ക്രൂശിതനാക്കി. 5 ആണികളാൽ അവനെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദര, അത് തമ്പുരാൻ ഈ മഹാപീഡകൾ സഹിച്ചത് എന്നെയും നിന്നെയും നേടുവാൻ വേണ്ടിയിട്ടാണ്. ആ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ കല്ലറയിൽ എൻ്റെ തമ്പുരാൻ, പൊന്നു തമ്പുരാൻ ഒതുങ്ങിയില്ല. യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹാലലുയ. തമ്പുരാൻ ഹാലലുയ ഉയർത്തെഴുന്നേറ്റ ശേഷവും 40-ലധികം നാൾ ഹാലലുയ ഭൂമിയിൽ വീണ്ടും പാർത്ത് മനുഷ്യരുടെ ഇടയിൽ ഹാലലുയ അത്ഭുതങ്ങൾ ചെയ്തുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹിത, കർത്താവ് കടന്നുപോയി. പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോയതുപോലെ മേഘം മടങ്ങി വരും. എൻ്റെ ഹാലലുയ കൂടെ നിങ്ങളെ ചേർപ്പാൻ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സകലം ഒരുക്കുവാൻ കടന്നു
കടന്നു പോകുന്നു, നിങ്ങളെ ചേർപ്പാൻ ഞാൻ കടന്നു വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആമേൻ. പ്രിയപ്പെട്ട സ്നേഹിത, ദൈവം സ്നേഹമാണ്, യേശു സ്നേഹമാണ്. യേശു മറ്റൊന്നിലും ഒതുങ്ങുന്നില്ല, മനുഷ്യൻ്റെ കൈപ്പണിയായി ഒന്നിലും ആമേൻ സർവശക്തനായ ദൈവം ഇരിക്കുന്നില്ല. ആമേൻ. ദൈവം ഏകനാണ്, ഏക സത്യ നിത്യ ദൈവമാണ്. ആ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ ആമേൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ആമേൻ. ഞാൻ അറിഞ്ഞ മഹാസന്തോഷത്തിലേക്ക്, ഞാൻ അറിഞ്ഞ നിത്യ സന്തോഷത്തിലേക്ക്, ആ ജീവൻ്റെ പുസ്തകത്തിലേക്ക്, ആ ജീവമാർഗത്തിലേക്ക് സർവശക്തനായ ദൈവം നിങ്ങളെയും ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സ്നേഹിത, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയും പോലെ ഈ ആത്മാവ് നഷ്ടപ്പെടുത്തി കളയരുത്. ആമേൻ. ദൈവം തന്ന ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയരുത്, നാശമാക്കി കളയരുത്. മദ്യപാനം, വെറുക്കൂത്ത്, ഹല്ലേലൂയ, പക, പിണക്കം, ജാരശങ്ക, ആമേൻ, ഇതൊക്കെ കൊണ്ട് ഹല്ലേലൂയ നിൻ്റെ ഹൃദയത്തെ തടിപ്പിക്കരുത്. ആമേൻ. കൊഴുപ്പിക്കരുത്. ഹല്ലേലൂയ. ഇഷ്ടമില്ലാത്ത വഴികളിൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ പോകരുത്. മദ്യപാനത്തിൽ നിന്ന്, ആമേൻ, മയക്കുമരിൽ നിന്ന്, ആമേൻ, ഇതെല്ലാം ഉപേക്ഷിച്ച് നിത്യരാജാവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറയുന്നു. സർവശക്തനായ ദൈവമേ, എന്നെ ഇന്ന് രാത്രികാലം കേട്ട എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ, ദൈവകൃപ കൊണ്ട് പുതിയണമേ. യേശുവിൻ്റെ നാമത്തിൽ കടന്നു വാ. കർത്താവ് ജീവിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.